ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ വിഗ്രഹക്കടത്തിനെ കുറിച്ച് അറിയില്ലെന്ന് ഡി മണി. പോറ്റിയെയോ പ്രവാസി വ്യവസായിയോ അറിയില്ല. ഇവരുമായി തനിക്ക് പരിചയവുമില്ലെന്ന് ഡി മണിയുടെ മൊഴി. മണിയെയും കൂട്ടാളികളെയും വീണ്ടും ചോദ്യം ചെയ്യും. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. ഡി മണിയെ ഉൾപ്പെടെ ഇന്നലെ ചോദ്യം ചെയ്ത് വിട്ടയക്കുകയായിരുന്നു. ഇവരുടെ മൊഴിയുടെ വിശദാംശങ്ങൾ എങ്ങനെ സിജോ? രണ്ടാം തവണയാണ് ഡി മണിയെ ചോദ്യം ചെയ്യുന്നത്. അതായത് ആദ്യഘട്ടത്തിൽ ദിണ്ടിഗലിലെത്തി SIT ചോദ്യം ചെയ്തിരുന്നു. അപ്പോൾ ഡി മണി പറഞ്ഞിരുന്നത് ഈ തട്ടിപ്പിനെ കുറിച്ച് തനിക്കറിയില്ല, വിഗ്രഹക്കടത്തുമായി തനിക്ക് ബന്ധമില്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഈ പ്രവാസി വ്യവസായിയോ അതല്ല ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയോ തനിക്ക് നേരിട്ട് പരിചയമില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതേ കാര്യം തന്നെയാണ് ഇന്നലെ തിരുവനന്തപുരത്തെ ഈഞ്ചക്കലിൽ നടത്തിയ ചോദ്യം ചെയ്യലിൽ അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്യുന്നത്. തനിക്ക് ഇവരുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല, താൻ നേരത്തെ ഇവരെ കണ്ടിട്ട് പോലുമില്ല എന്നുള്ള ഒരു കാര്യം അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇയാളുടെ മൊഴി പൂർണ്ണമായും അന്വേഷണ സംഘം വിശ്വാസത്തിലെടുക്കുന്നില്ല. ഇത് വിശദമായി സംഘം പരിശോധിച്ചു വരികയാണ്. അതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇനി ഇവരുടെ മൊഴി ഈ നിലവിൽ ഈ പരാതി നൽകിയിരിക്കുന്ന അല്ലെങ്കിൽ ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്ന പ്രവാസി വ്യവസായവുമായി സംസാരിക്കും. അതിനുശേഷം കുറെ കാര്യങ്ങളിൽ വ്യക്തത വരുത്തും. പിന്നീട് ഇവരെ വീണ്ടും വിളിച്ചു വരുത്താനുള്ള സാധ്യതയും നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അത്തരം ഒരു പരിശോധനകളിലേക്ക് സംഘം കടക്കുകയും ചെയ്യാണ്. ഡി മണിയും അതോടൊപ്പം തന്നെ ഈ ശ്രീകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പശ്ചാത്തലവും അന്വേഷണ സംഘം പരിശോധിച്ചിരുന്നു. അപ്പോൾ ഡി മണിക്കെതിരെ ഗുരുതരമായ കേസുകളോ മറ്റോ ഒന്നും ശ്രദ്ധയിൽപ്പെട്ടില്ല. പക്ഷേ മണിയുടെ സുഹൃത്ത് ശ്രീകൃഷ്ണൻ നിരവധി കേസുകളിൽ പ്രതിയാണെന്നുള്ള വിവരം SITക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. സിജോ വി ജോണാണ് വിവരങ്ങൾ നൽകിയത്.